ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉർട്ട് ക്ലൗഡ് എന്ന തിയറിയെ കുറിച്ചാണ്. ആക്ച്വലി പണ്ട് കാലത്തുള്ള ആൾക്കാർ, അതായത് ഗവേഷകരൊക്കെ വിചാരിച്ചിരുന്നത് നമ്മളെ സോളാർ സിസ്റ്റത്തിൻ്റെ എഡ്ജ്, അതായത് അവസാനം എന്ന് വിചാരിച്ച് വെച്ചിരുന്നത് കൈപ്പർ ബെൽറ്റ് ആണെന്നാണ്. സോ എന്താണ് ഈ കൈപ്പർ ബെൽറ്റ്? കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെപ്റ്റ്യൂൺ, അതായത് സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനും ശേഷം വരുന്ന, അതായത് നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റൽ പാത്തിന് ശേഷം വരുന്ന ഒരു വലിയ ആസ്ട്രോയിഡുകളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ആസ്ട്രോയിഡുകൾ മാത്രമല്ല, ഒരുപാട് ഐസ് കഷ്ണങ്ങളും അതുപോലെ തന്നെ കുള്ളൻ ഗ്രഹങ്ങളെല്ലാം ഈ കൈപ്പർ ബെൽറ്റിലൂടെയാണ് നമ്മുടെ സൂര്യനെ വലം വെക്കുന്നത്. ഉദാഹരണത്തിന് പ്ലൂട്ടോ, ഹൗമിയ, മാക്കെ ഇങ്ങനത്തെയുള്ള ഡ്വാർഫ് പ്ലാനറ്റുകളെല്ലാം സൂര്യനെ വലം വെക്കുന്നത് ഈ കൈപ്പർ ബെൽറ്റിലൂടെയാണ്. ഈ കൈപ്പർ ബെൽറ്റിൻ്റെ ഏകദേശം സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 50 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഒന്ന് ഓർക്കുക, നമ്മുടെ സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മാത്രമാണ്. എന്നാൽ കൈപ്പർ ബെൽറ്റിൻ്റെ അതായത് സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 50 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതായത് ഇതിലെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂണിലേക്കുള്ള ദൂരത്തേക്കാൾ കൂടുതലാണ് ഈ കൈപ്പർ ബെൽറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സോ ഈ കൈപ്പർ ബെൽറ്റിന് ശേഷമാണ് ഉർട്ട് ക്ലൗഡ് എന്ന വലിയൊരു പ്രദേശം വരുന്നത്. ഏതാണ്ട് ഉർട്ട് ക്ലൗഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10,000 മുതൽ 1,00,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ ആകാമെന്നാണ്. സത്യത്തിൽ അതിനൊരു കൃത്യമായ കൺഫർമേഷൻ ഇല്ല, എന്നാലും ഏതാണ്ട് അത്തരം ഒരു കണക്കാണ് ഗവേഷകർക്കുള്ളത്. ഒന്ന് ഓർക്കുക, സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്കുള്ള ദൂരമാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ 10,000 മുതൽ 1,00,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രത്തോളം വലുതായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സോ എത്രത്തോളം വാസ്റ്റ് ആയിരിക്കും ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഇത്. നമ്മുടെ സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂൺ വരെയുള്ള ദൂരത്തേക്കാൾ ഒരുപാട്, അറ്റ്ലീസ്റ്റ് സൂര്യൻ മുതൽ കൈപ്പർ ബെൽറ്റിൻ്റെ മുഴുവൻ വരെയുള്ള അതിനേക്കാളും ദൂരത്തിലാണ്, അത്രയും വലിയൊരു സൈസാണ് ഈ ഉർട്ട് ക്ലൗഡിനുള്ളത്. സോ ഇനി എങ്ങനെയാണ് ഈ ഉർട്ട് ക്ലൗഡ് ഉണ്ടായത് അല്ലെങ്കിൽ ഫോം ആയത്? തിയറികൾ പ്രകാരം നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടായ സമയത്ത് ഏതാണ്ട് 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഒരുപാട് റോക്കി ഒബ്ജക്റ്റുകളെല്ലാം ചേർന്ന് നമ്മുടെ സൗരയൂഥത്തിലെ റോക്കി പ്ലാനറ്റുകളായ മെർക്കുറി, വീനസ്, മാർസ്, നമ്മുടെ ഭൂമി, അങ്ങനെ കുറച്ച് റോക്കി പ്ലാനറ്റുകളായി മാറി. പിന്നെ ബാക്കി വന്ന ഗ്യാസസുകളെല്ലാം ചേർന്നിട്ട് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെ ഗ്യാസ് ചേണ്ടി ഗ്രഹങ്ങളുമായി. എന്നാൽ ഇതിലൊന്നും കുടുങ്ങാത്ത വസ്തുക്കളാണ് പിന്നീട് ആസ്ട്രോയിഡുകളായിട്ട് കൈപ്പർ ബെൽറ്റിലുള്ളത്. സോ കൈപ്പർ ബെൽറ്റിലും നിൽക്കാത്ത വസ്തുക്കളാണ് പിന്നീട് ഉർട്ട് ക്ലൗഡിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. അതായത് ചെറിയ ചെറിയ ഐസ് കഷ്ണങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഗ്യാസസ്, ഇതെല്ലാം ഒരു ബബിള് രൂപത്തിൽ സോളാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് ഫോം ചെയ്യുകയാണ് ഉണ്ടായത്. സോ അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ കൃത്യമായൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഈ പ്രദേശത്തുകൂടെ സൂര്യനെ വലം വെക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയോ ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. സോ നമുക്ക് വഴിയെ പറയാം. ആദ്യം നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ, അതായത് ഉർട്ട് ക്ലൗഡ് എന്ന തിയറിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് നോക്കാം. സോ 1950-ൽ ജീൻ ഉർട്ട് എന്ന ആസ്ട്രോണമർ ഇടയ്ക്കിടെ നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്ന വാൽ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുകയായിരുന്നു. പ്രധാനമായും വാൽ നക്ഷത്രങ്ങളുടെ ഓർബിറ്റൽ പാത്തും അവ നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്ന ദിശകളെ കുറിച്ചുമായിരുന്നു അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് വാൽ നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്നത് പല പല ദിശകളിൽ നിന്നാണ്. അതിൽ ചില വാൽ നക്ഷത്രങ്ങളുടെ ഓർബിറ്റൽ പാത്ത് നോക്കുമ്പോൾ അവ കാലങ്ങളായി നമ്മുടെ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന വാൽ നക്ഷത്രങ്ങളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകുന്നത്. അതായത് നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത സൗരയൂഥത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്ത് നിന്ന് തന്നെയാണ് ഈ വാൽ നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ പ്രദേശം നമ്മുടെ സൗരയൂഥത്തിലുള്ള പ്ലാനറ്റുകളെ പോലെയോ അല്ലെങ്കിൽ കൈപ്പർ ബെൽറ്റിനെയൊക്കെ പോലെയോ ഒരു ഡിസ്ക് രൂപത്തിലല്ല നിലനിൽക്കുന്നത്, മറിച്ച് സൗരയൂഥത്തിന് ചുറ്റും ഒരു ബബിള് രൂപത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് വാൽ നക്ഷത്രങ്ങളെല്ലാം സൗരയൂഥത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്നത്. സോ പിന്നീട് അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെയാണ് ഉർട്ട് ക്ലൗഡ് തിയറി എന്നറിയപ്പെട്ടത്. സോ നിലവിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരു കുള്ളൻ ഗ്രഹം അതിൻ്റെ ഓർബിറ്റൽ പാത്തിലെ ചെറിയൊരു സമയം
ഉർട്ട് ക്ലൗഡിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. അത് സെഡ്ന എന്ന ഒരു കുള്ളൻ ഗ്രഹമാണ്. ഏതാണ്ട് 2003 നമ്മൾ ഈ ഒരു കുള്ളൻ ഗ്രഹത്തെ കണ്ടെത്തുന്നത്. സോ ഇങ്ങനെയൊരു സംശയം മുന്നോട്ട് വെക്കാനുള്ള പ്രധാന കാരണം സെഡ്നയുടെ ഓർബിറ്റൽ പാത്താണ്. അതായത് മറ്റു കുള്ളൻ ഗ്രഹങ്ങളെയും എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ സെഡ്നയുടെ ഓർബിറ്റൽ പാത്ത് എന്ന് പറയുന്നത് വലിയൊരു എലിപ്റ്റിക്കൽ പാത്താണ്. അതുകൊണ്ട് തന്നെ സെഡ്നയ്ക്ക് സൂര്യനെ വലം വെക്കാൻ ഒരുപാട് വർഷങ്ങൾ വേണം. നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്വൽ നോക്കിയാൽ കാണാം സെഡ്നയുടെ ഓർബിറ്റൽ പാത്ത് എങ്ങനെയാണെന്ന്. സോ ഇത്രയും വലിയ ഓർബിറ്റൽ പാത്ത് ആയതുകൊണ്ട് തന്നെ സെഡ്ന സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരെ പോകുന്ന സമയത്ത് ഉർട്ട് ക്ലൗഡിന്റെ ചെറിയൊരു ഭാഗത്തുകൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പല ഗവേഷകരും സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു സംശയം മാത്രമാണ്. ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസും നമ്മൾ ഇന്നും കണ്ടെത്തിയിട്ടില്ല. സോ നിലവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉർട്ട് ക്ലൗഡിനെ കുറിച്ച് സംസാരിച്ചു. ആക്ച്വലി എന്തുകൊണ്ട് നമുക്ക് ഉർട്ട് ക്ലൗഡിലെ ഒരു വസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉർട്ട് ക്ലൗഡിനെ തന്നെ എന്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല? അതിന്റെ പ്രധാന കാരണം ഉർട്ട് ക്ലൗഡ് നമ്മുടെ സൂര്യനിൽ നിന്നും വളരെ അകലെയാണ് നിൽക്കുന്നത് എന്നതാണ്. അകലെ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് സൂര്യപ്രകാശം പോലും എത്തുന്നില്ല എന്നതാണ് വാസ്തവം. സോ നമുക്കറിയാം, നമുക്കൊരു വസ്തുവിനെ കാണണമെങ്കിലോ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യണമെങ്കിലോ ആ ഒരു വസ്തു സ്വയം പ്രകാശിക്കുന്നതോ അല്ലെങ്കിൽ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നതോ ആയ ഒരു വസ്തു ആയിരിക്കണം. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടേക്ക് കൃത്യമായ വെളിച്ചം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ഫുൾ ഡാർക്കിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വസ്തുക്കളെ ഡിറ്റക്ട് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ബുദ്ധിമുട്ടിലുപരി ആക്ച്വലി അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നിലവിലെ ടെക്നോളജി വെച്ച് നമുക്കത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലുപരി ഇതൊരു ഡാർക്ക് ആയിട്ടുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസിൽ ഇത് എവിടെ തപ്പണം എന്നത് കൃത്യമായി അറിയില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഒന്നാലോചിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കൃത്യമായ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും മറ്റുമെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത് റിയൽ ലൈഫിക്ക് വരുമ്പോൾ ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്രദേശം സ്പേസിൽ എവിടെ തപ്പണം എന്നത് നമുക്ക് കൃത്യമായി അറിയില്ല എന്നത് മറ്റൊരു കാര്യമാണ്. നിലവിലെ ടെക്നോളജി വെച്ച് നമുക്ക് ഉർട്ട് ക്ലൗഡിനെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും നിഗമന പ്രകാരം നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള 2 സ്പേസ് ക്രാഫ്റ്റുകൾ വളരെ അടുത്ത കാലത്ത് തന്നെ ഉർട്ട് ക്ലൗഡിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, നാസ വിക്ഷേപിച്ച വോയേജർ 1ഉം 2ഉമാണ്. നിലവിൽ വോയേജർ പേടകങ്ങൾ സഞ്ചരിച്ച് സൗരയൂഥത്തിലെ ഹീലിയോസ്ഫിയർ എന്ന ഭാഗത്തെയും മറികടന്നു പോയിട്ടുണ്ട്. അതായത് ഈ ഹീലിയോസ്ഫിയർ എന്ന് പറയുന്നത് കൈപ്പർ ബെൽറ്റിനും ശേഷം വരുന്ന ഒരു പ്രദേശമാണ്. അതായത് നമ്മുടെ സൂര്യനിൽ സംഭവിക്കുന്ന കൊറോണൽ മാസ് ഇജക്ഷൻ, സോളാർ വിൻഡ്, അതുപോലെ തന്നെ സോളാർ സ്ട്രോം, ഇത്തരം പ്രതിഭാസങ്ങളെല്ലാം സഞ്ചരിച്ച് അവസാനമായി എത്തി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഹീലിയോസ്ഫിയർ. എന്നാൽ ഹീലിയോസ്ഫിയർ മറികടന്ന വോയേജർ പേടകങ്ങൾക്ക് ഇനിയും 300 വർഷത്തോളം കണ്ടിന്യൂ ആയി സഞ്ചരിക്കണം ഉർട്ട് ക്ലൗഡിലേക്ക് പ്രവേശിക്കാൻ. എന്നാൽ ഈ 300 വർഷക്കാലം ഈ പേടകങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യോ എന്നത് നമുക്ക് വളരെ സംശയമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ഈ 300 വർഷക്കാലം കൃത്യമായി ഈ വോയേജർ പേടകങ്ങൾ വർക്ക് ചെയ്ത് ഉർട്ട് ക്ലൗഡിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി തലമുറകൾക്ക് ഉർട്ട് ക്ലൗഡിനെ കുറിച്ച് അറിയാൻ സാധിച്ചേക്കാം. സോ ഇനി എങ്ങാനും വോയേജർ പേടകങ്ങൾ ഉർട്ട് ക്ലൗഡിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഏതാണ്ട് 30,000 വർഷങ്ങൾ കണ്ടിന്യൂ ആയി സഞ്ചരിക്കേണ്ടി വരും വോയേജർ പേടകങ്ങൾക്ക് ഉർട്ട് ക്ലൗഡിൽ നിന്നും പുറത്തു പോകാൻ. സോ ഇതൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും നമ്മളിൽ നിന്നും വളരെ ദൂരെ നിൽക്കുന്ന വസ്തുക്കളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഒരുപാട് ടെക്നോളജികൾ ഇൻവെന്റ് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സോളാർ സെൽ, ഫ്യൂഷൻ ഡ്രൈവർ, സ്ലിംഗ് ഷോട്ട് ആക്സിലേറ്റർ. ഇവയെല്ലാം നമുക്ക് വിജയകരമായി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഉർട്ട് ക്ലൗഡിനെ കണ്ടെത്താനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും സാധിച്ചേക്കാം. സോ നമ്മളിവിടെ ഉർട്ട് ക്ലൗഡിന്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അത്ര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉർട്ട് ക്ലൗഡ് എന്നത് ജസ്റ്റ് ഒരു തിയറി മാത്രമാണ്. അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള യാതൊരു എവിഡൻസും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉർട്ട് ക്ലൗഡ് എന്നത് നമ്മളൊരു തിയറി ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിന് ചുറ്റും ഉർട്ട് ക്ലൗഡ് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു തിയറി മാത്രം. അപ്പോൾ ആ ഒരു ലെവലിൽ ഇതിനെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.